സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ അഡ്ലേഡിൽ സീറോ മലബാർ സമൂഹം പൊതുവേദികളിലൂടെ നടത്തിയ കുരിശിന്റെ വഴി വലിയ വിശ്വാസ സാക്ഷ്യമായി മാറി. നഗരത്തിലെ പ്രശസ്തമായ കിങ് വില്യം സ്ട്രീറ്റിലൂടെ ടൊറൻസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്ന് ആരംഭിച്ച് നഗരത്തിന്റെ ഹൃദയഭാഗമായ വിക്ടോറിയ സ്ക്വയറിൽ അവസാനിച്ച പ്രദക്ഷിണം പങ്കെടുത്തവർക്കും സാക്ഷ്യം വഹിച്ചവർക്കും ഹൃദ്യമായ അനുഭവമായി. സെയിന്റ് അൽഫോൺസ ഫൊറോന, സെയിന്റ് മേരീസ്, സെന്റ് എവുപ്രാസ്യ സീറോ മലബാർ ഇടവകകൾ സംയുക്തമായി സംഘടിപ്പിച്ച കുരിശിന്റെ വഴിയിൽ റെവറന്റ് ഡോക്ടർ സിബി പുളിക്കൽ, ഫാദർ എബ്രഹാം കഴുനടിയിൽ, ഫാദർ ബിബിൻ വേളംപറമ്പിൽ, ഫാദർ സാബു കുമ്പക്കൽ എന്നീ വൈദികരുടെ അനുഗ്രഹീത സാന്നിധ്യം ശ്രദ്ധേയമായി. 51 അൾത്താര ബാലന്മാരും വെളുത്ത ഷർട്ടും ഓറഞ്ച് മുണ്ടും ധരിച്ച 14 അന്താരാഷ്ട്ര വിദ്യാർത്ഥികളും ഉൾപ്പെടെ ഏകദേശം 1500ഓളം പേർ കുരിശുകൾ വഹിച്ച് പങ്കെടുത്ത പീഡാനുഭവ അനുസ്മരണ ശുശ്രൂഷകൾ ക്രിസ്തുവിന്റെ കുരിശിലെ രക്ഷയുടെയും വിജയത്തിന്റെയും വലിയ പ്രഘോഷണ വേദിയായി മാറി. യുവജനങ്ങൾ അവതരിപ്പിച്ച പാഷൻ പ്ലേ പീഡാനുഭവ യാത്രയുടെ മുഖ്യ ആകർഷണമായിരുന്നു. ഇവാഞ്ചലൈസേഷൻ മിനിസ്ട്രിയുടെയും ഇടവക ട്രസ്റ്റിമാർ, ഇടവക കൗൺസിൽ അംഗങ്ങൾ, PCC അംഗങ്ങൾ, കാറ്റഗിസം ടീം, സേഫ് ഗാർഡിംഗ് ഓഫീസർമാർ, യുവജന നേതാക്കളും ആനിമേറ്റർമാരും ഉൾപ്പെടെയുള്ള നിരവധി വ്യക്തികളും സംഘങ്ങളും ഇംഗ്ലീഷിലും മലയാളത്തിലുമായി നടത്തപ്പെട്ട ശുശ്രൂഷകൾക്ക് നേതൃത്വം നൽകി. ഇത് 3-ാം പ്രാവശ്യമാണ് പ്രാദേശിക സീറോ മലബാർ സമൂഹം പ്രതിവർഷ കുരിശിന്റെ വഴി സംഘടിപ്പിക്കുന്നത്. പ്രശസ്ത ധ്യാനഗുരുവും തേവര SH കോളേജ് പ്രിൻസിപ്പലുമായ ഫാദർ സാബു കുമ്പക്കൽ വചന സന്ദേശം നൽകി. ഓരോ വർഷവും പങ്കാളിത്തം കൊണ്ടും തീക്ഷ്ണത കൊണ്ടും ശുശ്രൂഷകൾ കൂടുതൽ ജനശ്രദ്ധ നേടുകയാണ്. മലയാളികൾ മാത്രമല്ല, തദ്ദേശീയരും സീറോ മലബാർ വിശ്വാസികൾ ഒരുക്കിയ കുരിശിന്റെ വഴിയിൽ പങ്കെടുത്തതും വഴിയോരങ്ങളിൽ മുട്ടുകുത്തി ശുശ്രൂഷകളുടെ ഭാഗമായതും എടുത്തു പറയേണ്ടതാണ്. സൗത്ത് ഓസ്ട്രേലിയയുടെ തലസ്ഥാനമായ അഡ്ലേഡിന്റെ ചരിത്രത്തിലാദ്യമായിട്ടാണ് സിറ്റിക്കകത്തുകൂടി കുരിശിന്റെ വഴി നടത്തപ്പെട്ടത് എന്നതും ശ്രദ്ധേയം. ഭാരതത്തിന്റെ ക്രൈസ്തവ പാരമ്പര്യങ്ങളും പൈതൃകവും ഉയർത്തി അഡ്ലേഡിലെ സീറോ മലബാർ ഇടവകകൾ ചേർന്ന് ലോകത്തോട് കർത്താവിനെ പ്രഘോഷിച്ച ദൃശ്യങ്ങൾ ദുഃഖവെള്ളിക്ക് ക്രൈസ്തവർ നൽകുന്ന പ്രാധാന്യം വിളിച്ചറിയിക്കുന്നവ കൂടിയായിരുന്നു. ചരിത്രത്തിൽ ആദ്യമായി അഡ്ലേഡ് സിറ്റിയുടെ ഹൃദയഭാഗമായ ടൊറൻസ് പരേഡ് ഗ്രൗണ്ടിൽ നിന്നും ആരംഭിച്ച് വിക്ടോറിയ സ്ക്വയറിൽ സമാപിച്ച കുരിശിന്റെ വഴിയും സീറോ മലബാർ യൂത്ത് മൂവ്മെന്റ് നേതൃത്വം നൽകിയ പീഡാനുഭവ ദൃശ്യാവിഷ്കാരവും ഉൾപ്പെട്ട ശുശ്രൂഷകൾക്കിടെ വിക്ടോറിയ സ്ക്വയറിൽ 14 അടി ഉയരമുള്ള കുരിശ് നാട്ടിയിരുന്നതും ശുശ്രൂഷകളുടെ സവിശേഷതയായിരുന്നു. പ്രിയമുള്ളവരെ, ഓസ്ട്രേലിയയിലെ അഡലേഡിലെ സീറോ മലബാർ വിശ്വാസി സമൂഹം ഈ വർഷത്തെ ദുഃഖവെള്ളിയാഴ്ച കുരിശിന്റെ വഴി നടത്തുന്നത് അഡലേഡിൻ്റെ സിറ്റിയുടെ ഹൃദയഭാഗത്തുകൂടെ തന്നെയാണ്. ദൈവം ഞങ്ങൾക്ക് ദാനമായി നൽകിയ വിശ്വാസം പ്രഘോഷിക്കാനുള്ള അവസരമായി ഞങ്ങൾ ഇതിനെ കാണുന്നു. ഞങ്ങൾ ക്രിസ്തുവിൻ്റേതാണ്. ക്രിസ്തുവിൻ്റെ സഹനങ്ങളാണ്, പീഡാസഹനമാണ് നമ്മളെ രോഗത്തെ രക്ഷിച്ചത് എന്നുള്ള ഒരു പ്രഖ്യാപനമാണ് ഇതിലൂടെ നടത്തുന്നത്. പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 29-ാമത്തെ തിരുവചനത്തിൽ ഇപ്രകാരം പറയുന്നു: ക്രിസ്തുവിൽ വിശ്വസിക്കാൻ മാത്രമല്ല, അവനു വേണ്ടി സഹിക്കാനുള്ള അനുഗ്രഹവും ലഭിച്ചവരാണ് നിങ്ങൾ. ക്രിസ്തുവിൻ്റെ സഹനങ്ങളിൽ ഞങ്ങൾ പങ്കുകാരാകുന്നു. അത് ലോകത്തിൻ്റെ രക്ഷയ്ക്ക് കാരണമായി എന്ന് ഞങ്ങൾ വിശ്വസിക്കുകയും ആ വിശ്വാസം ഞങ്ങൾ ഏറ്റുപറയുകയും ചെയ്യുകയാണ്. ലോകത്തിൻ്റെ മുഴുവൻ ഞങ്ങളുടെ എല്ലാവരുടെയും പാപത്തിന് പരിഹാരമായി ക്രിസ്തുവിൻ്റെ സഹനത്തിൻ്റെ പാതയിലൂടെ, കുരിശിൻ്റെ പാതയിലൂടെ ആത്മന ക്രിസ്തുവിൻ്റെ സഹനത്തോട് ചേർന്ന് ഈ കുരിശിൻ്റെ വഴി നടത്തുമ്പോൾ ഇതിൽ പങ്കെടുക്കുന്ന എല്ലാവർക്കും ദൈവത്തിൻ്റെ കൃപയും അനുഗ്രഹവും ധാരാളമായി ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇന്റർനാഷണൽ ഡെസ്ക്, ഷെക്കേന ന്യൂസ്.